കാസർഗോഡ് നീലേശ്വരം രാജാ റോഡിലെ പഴകി ദ്രവിച്ച കെട്ടിടങ്ങൾ ഭീഷണിയാവുകയാണ്. പല കെട്ടിടങ്ങളും ഏതു നിമിഷവും നിലംപതിക്കാറായ സ്ഥിതിയിലാണ്. പലപ്പോഴായി കെട്ടിടത്തിന്റെ മുകളിലെ ജീർണിച്ച ഭാഗങ്ങൾ അടർന്നു വീഴുന്നത് പതിവാകുമ്പോൾ ഭാഗ്യം കൊണ്ടാണ് വലിയ അപകടങ്ങൾ ഒഴിവാകുന്നത്. പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് നീലേശ്വരം രാജാ റോഡിലെ കെട്ടിടങ്ങൾക്ക്. പല കെട്ടിടങ്ങളും ഏതു നിമിഷവും നിലംപതിക്കാറായ സ്ഥിതിയിലാണ്. രാജാ റോഡ് വികസിപ്പിക്കുമ്പോൾ പഴയ കെട്ടിടങ്ങൾ നീക്കുമെന്ന് അധികൃതർ ഉറപ്പു പറയുമ്പോഴും അക്കാര്യത്തിൽ തീരുമാനമൊന്നും ഉണ്ടാകുന്നില്ല. അധികാരികൾക്ക് കണ്ണു തുറക്കാൻ വലിയൊരു അപകടം വേണോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. രാജാ റോഡ് വികസനത്തിനായി സ്ഥലമേറ്റെടുക്കൽ വിജ്ഞാപനം വന്നതോടെ ഏവരും വലിയ പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ഏറ്റെടുക്കുന്ന കെട്ടിടങ്ങൾക്കും ഭൂമിക്കും പ്രതിഫലം നൽകിയാൽ മാത്രമേ ഇവ പൊളിച്ചുമാറ്റാൻ കഴിയുള്ളൂ എന്നതും ഇതിനുണ്ടായ കാലതാമസവുമാണ് ഇത്തരം കെട്ടിടങ്ങൾ അപകട ഭീഷണിയായി നഗരമധ്യത്തിൽ നിലനിൽക്കാൻ കാരണം. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അവസ്ഥ വളരെ ദയനീയ അവസ്ഥയാണ്. ഇന്ന് രാവിലെ തന്നെയാണ് നടക്കാൻ വരുന്ന ഒരാൾ അതിൻ്റെ സൈഡിൽ നിൽക്കുന്ന സമയത്താണ് ഈ റോഡ് താഴേക്ക് വന്ന് പതിച്ചത്. അത് സെക്കൻഡ് ഒരു തലനാരക്കാണ് അയാൾ രക്ഷപ്പെട്ടത്. ഇത് മാത്രമല്ല, ചായയൂർ സ്കൂളിലേക്കുള്ള സ്കൂൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഇവിടെ ഒരു ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. അതിന് തൊട്ട് താഴെയാണ് കുട്ടികൾ ഇരിക്കുന്നത്. അപ്പം അത് ആ സമയത്ത് ഇത് കാറ്റോ ഒന്നും വേണ്ട, ചെറുതായിട്ട് ചെറിയൊരു അനക്കം മതി. ഓട് താഴേക്ക് നേർക്ക് ഏടും തട്ടാനൊന്നുമില്ല, ഡയറക്റ്റ് തന്നെ വന്ന് പതിക്കുകയാണ്. പതിക്കുന്ന സമയത്ത് വലിയൊരു ദുരന്തമാണ് നമ്മളെ കാത്തു നിൽക്കുന്നത്. മേൽക്കൂരകൾ ദ്രവിച്ച് ഓടുകൾ ഏത് സമയത്തും അടർന്നു വീഴുമെന്ന ആശങ്ക നിലവിലുണ്ട്. ഒരു മാസം മുമ്പ് കെട്ടിടത്തിന്റെ ജീർണിച്ച ഭാഗം വീണ 2 ചുമട്ടുതൊഴിലാളികൾക്ക് പരിക്കേറ്റിരുന്നു. കെട്ടിടങ്ങളുടെ അപകടാവസ്ഥ സംബന്ധിച്ച വിഷയം ഹോസ്ദുർഗ് താലൂക്ക് വികസന സമിതിയിൽ ചർച്ചയാവുകയും നഗരസഭയോട് നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളുടെ കീഴിലൂടെയാണ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ദിവസവും കടന്നുപോകുന്നത്. ചായോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ ബസ് കാത്തുനിൽക്കുന്നതും ഈ കെട്ടിടത്തിന് സമീപത്താണ്. ഏത് സമയത്തും റോഡിലേക്ക് വീഴാൻ കാത്തിരിക്കുന്ന മേൽക്കൂരകളെങ്കിലും നീക്കം ചെയ്യാൻ നഗരസഭ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.